പെരുന്ന വിഷയത്തിൽ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിക്കും മറുപടി അർഹിക്കുന്നില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ശക്തമായ വിമർശനവുമായിട്ടാണ് സുകുമാരൻ നായർ രംഗത്തെത്തുന്നത്. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്, ജി സുകുമാരൻ നായർ പറഞ്ഞു. മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ല, പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് പ്രശ്നം. നായയെ അടക്കം അവിടേക്ക് എത്തിക്കുന്നതിൽ വിയോജിപ്പുണ്ട്. കാരണം NSSനെ സംബന്ധിച്ച് ക്ഷേത്രം പോലെ പരിപാലനമായി കാണുന്ന ഒന്നാണ് മന്നം സമാധി. അവിടെ പ്രോട്ടോകോൾ പാലിക്കാതെയുള്ള കടന്നുകയറ്റം ശരിയല്ല. മന്നം സമാധി സന്ദർശിക്കുന്നതിൽ നിന്നും ആരെയും വിലക്കിയിട്ടില്ല, ജി സുകുമാരൻ നായർ പറയുകയാണ്. മാത്രമല്ല, സുരേഷ് ഗോപി അന്ന് എതിർത്തിരുന്നത് മന്നം സമാധിയിൽ എത്തിയതിനല്ല, മന്നം സമാധിയിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. മറിച്ച് NSSന്റെ ബജറ്റ് യോഗം നടക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറിയ ഘട്ടത്തിലാണ് സുരേഷ് ഗോപി എതിർത്തത്. ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സനോജ്, എന്തൊക്കെയാണ് ജി സുകുമാരൻ നായർ ഉപരാഷ്ട്രപതിക്കും സുരേഷ് ഗോപിക്കുമെതിരെ പറഞ്ഞത്? സനോജ്, കേൾക്കാമെങ്കിൽ, അതായത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് എത്തുന്നത്? ഉപരാഷ്ട്രപതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മന്നം സമാധി ഒരു പൊതുവായി ആർക്കും സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ്, അവിടെ NSS ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ബാരിക്കേഡ് സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന അർത്ഥത്തിൽ ഉപരാഷ്ട്രപതി പറഞ്ഞിരുന്നു. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇരുവർക്കും മറുപടിയുമായി ജി സുകുമാരൻ നായർ എത്തുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? സനോജ്, കേൾക്കാമെങ്കിൽ. തീർച്ചയായും സനോജിലേക്ക് നമുക്ക് തിരികെ എത്താം. എന്തായാലും പെരുന്ന വിഷയത്തിൽ ഉപരാഷ്ട്രപതിക്കും സുരേഷ് ഗോപിക്കും ഉള്ള കൃത്യമായ മറുപടി NSS ജനറൽ സെക്രട്ടറി നൽകുന്നുണ്ട്. അവരുടെ വാദങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്ന് തന്നെ ജി സുകുമാരൻ നായർ പറയുന്നു. കാരണം വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല, പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ചില രാഷ്ട്രീയ കളികൾ, ഗൂഢലക്ഷ്യങ്ങൾ ഒക്കെ ജി സുകുമാരൻ നായർ പൊളിച്ചു കാട്ടുകയാണ്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സനോജ്, എന്തൊക്കെയാണ് BJPക്കെതിരെ, മീൻസ് ഉപരാഷ്ട്രപതിക്കും സുരേഷ് ഗോപിക്കുമെതിരെ ജി സുകുമാരൻ നായർ നിരത്തിയ വാദങ്ങൾ? അജിംഷാദ്, ദീർഘകാലമായി NSS കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ BJP കാലങ്ങളായി നടത്തുന്നുണ്ട്. പക്ഷേ NSS അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴടങ്ങാൻ തയ്യാറല്ല. അവർ ഒരു സമദൂര നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഈ NSSൻ്റെ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും NSSനെ കൈയടക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മന്നം സമാധി, ഞാനിപ്പോൾ ഉള്ളത് NSS ആസ്ഥാനമായിട്ടുള്ള പെരുന്നയിലെ മന്നം സമാധിക്ക് സമീപമാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ മന്നം സമാധി. ഈ മന്നം സമാധി എന്ന് പറയപ്പെടുന്നത് NSSനെ സംബന്ധിച്ച് അവർ പവിത്രമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. പലപ്പോഴും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്താൻ വേണ്ടി സന്ദർശനത്തിന് സൗകര്യം ചോദിക്കുമ്പോൾ ഈ NSSനെ സംബന്ധിച്ച് NSS അനുവദിക്കാറുണ്ടെങ്കിൽ കൂടിയും ഇവിടെ ഈ നായ്ക്കളെ, അതായത് സുരക്ഷാ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നായ്ക്കളെ കൊണ്ടുവന്ന് പരിശോധന നടത്തുകയും ബൂട്ടിട്ടുകൊണ്ട് ഈ മന്നം സമാധിയിൽ കയറുകയും ചെയ്യുന്ന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് NSS പവിത്രമായി കാണുന്ന ഇവിടേക്ക് നായ്ക്കളും ഒപ്പം തന്നെ ബൂട്ടിട്ട ആളുകൾ കയറാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് NSS സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ഈ മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്താൻ വേണ്ടി തടസ്സമായിട്ടുള്ളത്. അത് NSSനെ സംബന്ധിച്ച് NSSൻ്റെ ആത്മീയ ആചാര്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ്. അവിടെ അവർ പവിത്രമായി കാണുമ്പോൾ അവിടേക്ക് പലപ്പോഴും രാഷ്ട്രപതിയാണെങ്കിലും ഉപരാഷ്ട്രപതിയാണെങ്കിലും ഇത്തരം NSS നിലപാട് കൊണ്ട് അവിടെ കയറിക്കൂടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, NSSൻ്റെ ചില പ്രത്യേക ബജറ്റ് സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ തന്നെ സമയം ചോദിച്ചു വരുമ്പോൾ അത് ഇവിടെ എത്തുന്ന മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള സുരേഷ് ഗോപി അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. അതിനെ ഉപരാഷ്ട്രപതി ഇപ്പോൾ പറഞ്ഞതുമായി കൂട്ടിക്കെട്ടി ചില നറേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനാണ്, അത്തരം ഉപജാപങ്ങൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ജി സുകുമാരൻ നായർ കൃത്യമായി എണ്ണി മറുപടി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സനോജ് സുരേന്ദ്രൻ, അതായത് ഈ അന്ന് മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി, അതുകൊണ്ട് മന്നം സമാധിയിൽ എത്തിയതിന് വിലക്കിയിട്ടില്ല, ആരെയും വിലക്കിയിട്ടില്ല, സുരേഷ് ഗോപിയും വിലക്കിയിട്ടില്ല. പക്ഷേ NSSന്റെ ബജറ്റ് യോഗം നടക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു, അപ്പോഴാണ് വിലക്കിയത്. ഇത് ജി സുകുമാരൻ നായർ ഇന്നും പറഞ്ഞു, അല്ലേ? തീർച്ചയായിട്ടും NSSൻ്റെ നിലപാട് അതുതന്നെയാണ്. NSS ഇവിടെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ആരെയും വിലക്കുന്നില്ല. അവിടെ എല്ലാവർക്കും വന്ന് പുഷ്പാർച്ചന നടത്താനും
മന്നത്തിന് ആദരം അർപ്പിക്കാനുമുള്ള അവസരം NSS ഒരുക്കാറുണ്ട്. പക്ഷേ ആർക്കും കയറി ഇറങ്ങാൻ, അത് തോന്നിയതുപോലെ കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു ഇടമല്ല. കാരണം NSSൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ പവിത്രമായി കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, അവരുടെ ആത്മീയ ആചാര്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെ അവർ നായ്ക്കൾ കയറാതെ അല്ലെങ്കിൽ വളരെ പവിത്രമായി സുരക്ഷിതമായി, ഈ ഞാനിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഈ ചുമരുകൾ കെട്ടി അവിടെ അടച്ച്, ഒപ്പം തന്നെ ഫ്രണ്ട് പ്രവേശന കവാടത്തിൻ്റെ മുന്നിൽ വാതിലുകൾ സ്ഥാപിച്ച് മറ്റ് ഒന്നും ഈ നായ്ക്കൾ പോലെയുള്ള, തെരുവ് നായ്ക്കൾ പോലെയുള്ള ജീവജാലങ്ങൾ അങ്ങോട്ടേക്ക് കയറാതെ വളരെ പവിത്രമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം. അങ്ങനെയുള്ള ഒരിടത്ത് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും പോലെയുള്ള ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും സുരക്ഷാ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നായ്ക്കളെ കൊണ്ടുവന്ന് പരിശോധന നടത്തുക, ബൂട്ടിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ കയറുക, അതൊന്നും NSSനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമുക്കറിയാം, ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ തന്നെ NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തുകയും അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് NSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാറുള്ളത്. സ്വാഭാവികമായി അദ്ദേഹം ചെരുപ്പ് പോലും ധരിക്കാതെ നഗ്നനായിട്ടാണ് പതനായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് എത്താറുള്ളത്. അങ്ങനെയുള്ള വളരെ പവിത്രമായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് NSSനെ സംബന്ധിച്ചുള്ള ഒരു ഇടത്തേക്ക് ഇത്തരത്തിൽ യാതൊരു മാന്യതയും പാലിക്കാതെ ആളുകൾ വരുമ്പോൾ NSSന് അത് പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. അല്ലാതെ ഇവിടെ ആരെയും പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തുകയോ പുഷ്പാർച്ചന നടത്തുന്നതിനുള്ള അവസരം നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് NSSൻ്റെ രാഷ്ട്രീയ നിലപാട്. പക്ഷേ BJP ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് NSS കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പലകുറി BJP നടത്തി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടേക്ക് കടന്നു കയറണമെങ്കിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാട് അവർക്ക് പലപ്പോഴും വിലങ്ങുതടിയാവുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരികയും അതിനെ ചൂടുപിടിച്ചുകൊണ്ട് മറ്റ് ചർച്ചകളിലേക്ക് ഇത് വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നത്. സുരേഷ് ഗോപിക്ക് ഇവിടെ പ്രവേശനാനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന വാദം. പക്ഷേ സുരേഷ് ഗോപിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് ഒരിക്കലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് ബജറ്റ് സമ്മേളനത്തിന് അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമാണ്, പ്രതിനിധി സഭാ അംഗങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുണ്ടാവുക. അവിടേക്ക് ഒരു രാഷ്ട്രീയ നേതാവിനും അത് ആരാണെങ്കിൽ കൂടിയും NSS അനുവദിക്കുകയില്ല. ആ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിക്ക് അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനെ രാഷ്ട്രീയ വിവാദമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിനെയാണ് NSS എതിർക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ BJPയുടെ കടന്നുകയറ്റത്തിന് കല്ലുകടിയായി അവിടെ നിൽക്കുന്നത് സുകുമാരൻ നായരാണ്, സുകുമാരൻ നായരുടെ നിലപാടുകളാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള ആരോപണങ്ങൾ അത് വസ്തുതാവിരുദ്ധമാണ്. മാത്രമല്ല ഇതിൽ പല വിധത്തിലുമുള്ള രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നും സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുന്നു. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ നൽകിയത്.